നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സകുടുംബം വിദേശയാത്രയ്ക്ക് പോയിരിക്കുന്നത് യാത്രയെക്കുറിച്ച് ഔദ്യോഗികമായ ഒരു വിവരവും അറിയിക്കാതെയാണ്. ഔദ്യോഗിക ആവശ്യത്തിന് വിദേശത്ത് പോകുമ്പോൾ വാർത്താക്കുറിപ്പ് ഇറക്കാറുണ്ട്. സ്വകാര്യ സന്ദർശനമായതിനാൽ ഇത്തവണ അത് ഒഴിവാക്കി. യാത്രാ വിവരങ്ങൾ ഗവർണറെയും അറിയിച്ചിട്ടില്ല. തികച്ചും സ്വന്തം കാര്യം. ഈ യാത്രയെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മുഖ്യമന്ത്രിയുടെ വിദേശ യാത്ര വിവാദമാക്കുന്നതിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റ് വിരോധം മാത്രമാണെന്ന് M. ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അപമാനിക്കാൻ കണ്ടെത്തിയ വഴിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. തിരക്ക് പിടിച്ച രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടവേള ആരാണ് ആഗ്രഹിക്കാത്തത്? കേന്ദ്ര സർക്കാരിന്റെയും പാർട്ടിയുടെയും അനുമതി വാങ്ങിയ ശേഷമാണ് മുഖ്യമന്ത്രി വിദേശത്ത് പോയത്. ലോകത്തെവിടെയിരുന്നും മുഖ്യമന്ത്രിയുടെ ചുമതല നിർവഹിക്കാനാകും. സ്പോൺസർഷിപ്പ് ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് കയർത്ത M. വി. ഗോവിന്ദൻ മുഖ്യമന്ത്രി പോയത് സ്വന്തം ചെലവിലെന്നും അതിനെക്കുറിച്ചുള്ള ചോദ്യം തന്നെ അസംബന്ധമെന്നും പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിന് മുഖ്യമന്ത്രി പോകേണ്ടെന്ന് തീരുമാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബസമേതം വിദേശയാത്ര പോയതിനെ ന്യായീകരിക്കാൻ വന്ന പാർട്ടി സെക്രട്ടറി മുഖ്യനെ ട്രോളിയതാണോ അതോ ന്യായീകരിച്ചതാണോ എന്ന സംശയമാണ് പത്രസമ്മേളനം കേട്ടവർക്ക്. തിരക്ക് പിടിച്ച രാഷ്ട്രീയ സാഹചര്യമാണോ അതോ മാസപ്പടിയിൽ മകൾ തൂങ്ങുമെന്ന പേടികൊണ്ടാണോ എന്ന് ട്രോളർമാരും സമൂഹ മാധ്യമങ്ങളിലും ചോദ്യം ഉയർന്നു. ഇനി മുഖ്യമന്ത്രി തിരിച്ചു വരുമോ എന്ന ചോദ്യം ഉയർത്തിയാണ് കൂടുതൽ ട്രോളുകൾ. നേരത്തെ സ്പോൺസറെ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് സർക്കാർ നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയുടെ കൺവീനർ പറഞ്ഞിരുന്നു. ബംഗാളിലും ത്രിപുരയിലുമടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കവേ അവിടെ പ്രചരണത്തിന് പോകാതെയാണ് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിദേശയാത്രയ്ക്ക് പോയത്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയെ രൂക്ഷമായി വിമർശിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്ത് വന്നിരുന്നു. BJPയെ പേടിച്ചിട്ടാണോ മുഖ്യമന്ത്രി പ്രചാരണത്തിന് പോകാതെ വിദേശത്തേക്ക് പോയതെന്നും മന്ത്രിസഭാ യോഗം ചേരാത്തത് എന്തുകൊണ്ടാണെന്നും VD സതീശൻ ചോദിച്ചിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രഹസ്യമായി വിദേശയാത്ര നടത്തിയത് എന്തിന്? അടിയന്തര തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യത്തിലും മന്ത്രിസഭാ യോഗം ചേരാത്തത് എന്തുകൊണ്ട്? ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന് പറഞ്ഞവരാണ് ലോകം ചുറ്റാൻ ഇറങ്ങിയിരിക്കുന്നത്. BJPയെ പേടിച്ചിട്ടാണോ പിണറായി പ്രചരണത്തിന് ഇറങ്ങാത്തത്? മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര നടത്തുന്നതിന് പ്രതിപക്ഷം എതിരല്ല. എന്നാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതീവ രഹസ്യമായി യാത്ര നടത്തിയത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല. 16 ദിവസം മുഖ്യമന്ത്രി സംസ്ഥാനത്തില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർ എന്ത് ചെയ്യുമ്പോഴും സുതാര്യത ഉറപ്പാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് പലവിധ സംശയങ്ങൾക്കും ഇടവരുത്തുമെന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തുമ്പോൾ പകരക്കാരന് ചുമതല നൽകുന്നത് പതിവ് രീതിയാണ്. പിണറായി വിജയൻ മാത്രം ഇതിന് തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? മറ്റാർക്കെങ്കിലും അധികാരം നൽകിയാൽ അവർ അട്ടിമറി നടത്തുമെന്ന പേടിയാണോ? അങ്ങനെയെങ്കിൽ മന്ത്രിസഭയിലെ ഒരാളെപ്പോലും മുഖ്യമന്ത്രിക്ക് വിശ്വാസമില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? വിശ്വാസമുള്ള ഒരേ ഒരു മന്ത്രി മുഖ്യമന്ത്രിക്കൊപ്പം യാത്രയിലാണല്ലോ. ജനങ്ങൾക്കും ഭരണാധികാരികൾക്കും ഇടയിൽ സുതാര്യത വേണം. നിയമം ഇത് നിഷ്കർഷിക്കുന്നുമുണ്ട്. നിയമം അനുസരിക്കാൻ പിണറായി വിജയൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.